പെരുമാറ്റം നന്നാവണം എന്നതാണ്. സർക്കാർ ഓഫീസുകളിലേക്ക് കടന്നു വരുന്ന ജനങ്ങൾ നമ്മുടെ യജമാനന്മാരാണ് എന്ന ചിന്തയോടുകൂടി അവരോട് ബഹുമാനമൊന്നും കാണിച്ചില്ലെങ്കിലും സ്നേഹത്തോടെ ഭാര്യയ്ക്ക് പെരുമാറും. ഇന്ന് രാവിലെ ഒരു പ്രവാസിയായ എൻ്റെ ഒരു പരിചയമുള്ള ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു. അപ്പോൾ റാന്നി RTO ഓഫീസിലേക്ക് ഒരു ലൈസൻസിന് വേണ്ടി അപേക്ഷ കൊടുത്തു. ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് അപ്പോൾ പൂരിപ്പിച്ചു കൊടുക്കാൻ ആരെയും ഒരു കൺസൾട്ടന്റിനെ ഏൽപ്പിച്ചു. ഞാൻ അറിയില്ല, ഈ നാട്ടിലില്ലാത്തവരാണ്. കൊടുത്തപ്പോൾ ഈ കൺസൾട്ടന്റ് തെറ്റായിട്ട് പൂരിപ്പിച്ചു. അപ്പോൾ ഒരാൾ ഫോണിൽ വിളിച്ചിട്ട് വളരെ അജിറ്റേറ്റഡ് ആയിട്ട് സംസാരിക്കുന്നു നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ. അത് കഴിഞ്ഞ് അവർ നേരെ ഓഫീസിലേക്ക് പോയി എന്നുള്ളതാണ്. ഓഫീസിൽ പോയി അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥൻ വളരെ സ്നേഹത്തോടെ, അവിടുത്തെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണല്ലോ, അദ്ദേഹം വളരെ സ്നേഹത്തോടെ അവരെ സ്വീകരിച്ച് വിളിച്ചിരുത്തി അവരുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇങ്ങനെ തെറ്റുകളുണ്ട്, അത് ഇന്ന രീതിയിൽ തിരുത്തണം എന്ന് പറഞ്ഞത് കറക്റ്റ് ചെയ്തു. അപ്പോൾ ആരാണ് ഇതിൽ നല്ല ഉദ്യോഗസ്ഥൻ? അപ്പോൾ അവരെന്നോട് പറയാൻ വളരെ സന്തോഷമുണ്ട്, വളരെ മാന്യതയോടെയും സ്നേഹത്തോടെയും ഈ ഓഫീസറുടെ പേര് എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ എടുത്ത് പറയുന്നില്ല, പെരുമാറി. അപ്പൊ അത് കഴിഞ്ഞ് ഈ ലേഡിയാണ്, അവർ ചോദിച്ചു, സാർ ഞാൻ പുറത്ത് ഇറങ്ങിയിരിക്കാൻ. ഇല്ലല്ല, ഇരുന്നോളൂ, നിങ്ങൾ അവിടെ ഇരുന്നോളൂ, ഇത് ശരിയാക്കിയിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് പറയുന്ന മര്യാദ ആ ഉദ്യോഗസ്ഥനോട് അന്യനാട്ടിൽ ജീവിക്കുന്ന ഒരു പ്രവാസിക്ക് എത്രത്തോളം ബഹുമാനവും സന്തോഷവും ഉണ്ടായി കാണും, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് അവർക്ക് എത്ര അഭിമാനം തോന്നി കാണും എന്ന് നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ വളരെ പ്രധാനമാണ്. നിങ്ങൾ ഒരുപാട് ട്രെയിനിങ് എല്ലാം എടുത്തു. എനിക്ക് നിങ്ങളോട് പറയാൻ ഒറ്റ സന്ദേശമുള്ളൂ, ഓഫീസിൽ വരുന്ന ജനങ്ങളോട്, നിങ്ങളുടെ മുന്നിൽ വരുന്ന ആരും നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളെക്കാളും ഇത് മനസ്സിലാക്കിയ ആളാണ്. 2001 മന്ത്രിയായി പ്രൈവറ്റ് ബസ്സുകാർ, കൺസൾട്ടന്റുമാർ, ഇവർ വന്ന് വളരെ മോശമായി നിങ്ങളെ പ്രകോപിപ്പിക്കാനും നിങ്ങൾക്കെതിരെ കള്ളപ്പരാതി അയക്കുമെന്ന് പറയാനും നിങ്ങളെ കള്ളക്കേസിൽ കൊടുക്കും, വിജിലൻസിനെ അറിയുമെന്ന് പറയാനൊക്കെ വരും. അതൊന്നും നിങ്ങൾ സത്യസന്ധരായ ജോലിയാണ്, നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ടതില്ല. ഞാൻ മന്ത്രിയായി വന്നപ്പോൾ പല ഓഫീസിലും വിവരാവകാശ നിയമത്തെ ഒരു മിസ്യൂസ് ചെയ്യാൻ പലരും കഴിയും. പരസ്യമായി പറഞ്ഞ് ഇന്ന ആളുകളെ ഓഫീസിൽ കൈവിളിക്കുന്ന ഓഫീസർമാർ കയറ്റരുത്. കാരണം ഈ ഓഫീസർമാരെ ജോലി ചെയ്യാൻ വയ്യ. രാവിലെ ഒരു വിവരാവശ്യം കൊടുക്കുക, അല്ലെങ്കിൽ മന്ത്രിക്ക് ഒരു പരാതി അയച്ചിട്ട് മന്ത്രിയുടെ പേരും പറഞ്ഞ് പേടിപ്പിക്കുകയാണ്, അവരെ ഭയപ്പെടുത്തുക, പ്രൈവറ്റ് ബസ്സുകാരെ ഭയപ്പെടുത്തുക. ഇങ്ങനെ കുറെ ആൾക്കാർ അറിയില്ല. അവരൊന്നും വന്ന് നിങ്ങളെ ഭയപ്പെടുത്തിയാൽ നിങ്ങൾ ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നിങ്ങൾ സത്യസന്ധമായി ജോലി ചെയ്യുക, നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ടതില്ല.